തുടങ്ങാം. 2025-26 അധ്യയന വർഷം +1 പ്രവേശനം കുറ്റമറ്റതാക്കുന്നതിനും ഉപരിപഠനത്തിന് യോഗ്യത നേടിയ എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രവേശനം ഉറപ്പാക്കുന്നതിനും അലോട്ട്മെൻറ്റ് പ്രക്രിയയുടെ ആരംഭത്തിൽ തന്നെ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാകാത്ത വിധത്തിൽ ഇനി പ്രതിപാദിക്കും പ്രകാരം മാർജിൻ സീറ്റ് വർധനവ് അനുവദിക്കുന്നതാണ്. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30% മാർജിൻ സീറ്റ് വർധനവ്. തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകളിൽ എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും 20% മാർജിൻ സീറ്റ് വർധനവ്. ഇതിനുപരിയായി ആവശ്യപ്പെടുന്ന എയ്ഡഡ് സ്കൂളുകൾക്ക് 10% കൂടി മാർജിൻ സീറ്റ് വർധനവ് നൽകുന്നതാണ്. കൊല്ലം, എറണാകുളം, തൃശ്ശൂർ എന്നീ 3 ജില്ലകളിൽ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 20% മാർജിൻ സീറ്റ് വർധനവ്. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ, ചേർത്തല താലൂക്കിലെ എല്ലാ സർക്കാർ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ 20% മാർജിൻ സീറ്റ് വർധനവ്. മറ്റു 3 ജില്ലകളായ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ മാർജിൻ സീറ്റ് വർധനവില്ല. 2022-23 അധ്യയന വർഷം താൽക്കാലികമായി അനുവദിച്ച 77 ബാച്ചുകളും ഷിഫ്റ്റ് ചെയ്ത 4 ബാച്ചുകളും കൂടി ചേർന്നും 81 ബാച്ചുകളും 2023-24 അധ്യയന വർഷം താൽക്കാലികമായി അനുവദിച്ച 97 ബാച്ചുകളും ഷിഫ്റ്റ് ചെയ്ത 14 ബാച്ചുകളും കൂടി ചേർന്ന 111 ബാച്ചുകളും 2024-25 അധ്യയന വർഷം താൽക്കാലികമായി അനുവദിച്ച 138 ബാച്ചുകളും ഈ വർഷം കൂടി തുടരുന്നതാണ്. മാർജിൻ സീറ്റ് വർധനവിലൂടെ ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ 64,040 ആണ്. 64,040. താൽക്കാലിക ബാച്ചുകളിലൂടെ ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ 17,290. മാർജിൻ സീറ്റ് വർധനവിലൂടെയും താൽക്കാലിക ബാച്ചുകളിലൂടെയും ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ 81,330. ഹയർ സെക്കൻഡറി മേഖലയിലെ ആകെ സീറ്റുകൾ 4,41,887. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ ആകെ സീറ്റുകൾ 33,030. +1 പഠനത്തിന് ആകെ ലഭ്യമായ സീറ്റുകൾ 4,74,917. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ സീറ്റുകൾക്ക് പുറമെ ഉപരിപഠനത്തിന് ലഭ്യമായ സീറ്റുകൾ ITI മേഖലയിലെ ആകെ സീറ്റുകൾ 61,429. പോളിടെക്നിക് മേഖലയിലെ ആകെ സീറ്റുകൾ 9,990. എല്ലാ മേഖലകളിലുമായി ഉപരിപഠനത്തിന് ലഭ്യമായ ആകെ സീറ്റുകൾ 5,46,336. 5,46,336. ഏകജാല പ്രവേശനം 2025 മെയ് 14 മുതൽ +1 പ്രവേശനത്തിനായി അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകർക്ക് സ്വന്തമായോ അല്ലെങ്കിൽ 10ാം തരം പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്തി +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഓൺലൈൻ ആയി സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുവാനുള്ള അവസാന തീയതി മെയ് 20 ആണ്. ഏകജാല അഡ്മിഷൻ ഷെഡ്യൂൾ. ട്രയൽ അലോട്ട്മെൻറ്റ് തീയതി മെയ് 24. ആദ്യ അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 2. രണ്ടാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 10. മൂന്നാം അലോട്ട്മെൻറ്റ് തീയതി ജൂൺ 16. മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലൂടെ ഭൂരിഭാഗം സീറ്റുകളിലും പ്രവേശനം ഉറപ്പാക്കി 2025 ജൂൺ 18 +1 ക്ലാസ്സുകൾ ആരംഭിക്കുന്നതാണ്. മുൻവർഷം ക്ലാസ്സുകൾ ആരംഭിച്ചത് ജൂൺ മാസം 24-നായിരുന്നു. മുഖ്യഘട്ടം കഴിഞ്ഞാൽ പുതിയ അപേക്ഷകൾ ക്ഷണിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലൂടെ ശേഷിക്കുന്ന ഒഴിവുകൾ നികത്തി 2025 ജൂലൈ 23 പ്രവേശന നടപടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 6 മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനം ഈ വർഷം മുതൽ ഏകജാല സംവിധാനത്തിലൂടെ ആയിരിക്കും. പ്രസ്തുത സ്കൂളുകളിലേക്ക് ഒറ്റ അപേക്ഷ ഓൺലൈനായി സ്വീകരിച്ച് നിർദ്ദിഷ്ട പ്രവേശന ഷെഡ്യൂൾ പ്രകാരം അലോട്ട്മെൻറ്റ് പ്രക്രിയയിലൂടെ പ്രവേശനം സാധ്യമാക്കുന്നതാണ്. ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് വേണ്ടിയുള്ള പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച് ഉത്തരവായിട്ടുണ്ട്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രോസ്പെക്ടസുകൾ ഒന്നിച്ച് പ്രസിദ്ധീകരിക്കുന്നതാണ്. സാധാരണ ഇതിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കാലം പ്രോസ്പെക്ടസ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോകുന്നതാണ്. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫല പ്രഖ്യാപനം. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയിട്ടുണ്ട്. ടാബ്ലേഷൻ പ്രവൃത്തികൾ നടന്നു വരികയാണ്. 4,44,707 വിദ്യാർത്ഥികളാണ് 2ാം വർഷ പരീക്ഷയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മെയ് 14 ബോർഡ് മീറ്റിംഗ് കൂടി മെയ് 21 പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതാണ്. ഹയർ സെക്കൻഡറി 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടന്നു വരികയാണ്.
4,13,589 വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ടാബുലേഷൻ പ്രവൃത്തികൾ പൂർത്തിയാക്കി ഒന്നാം വർഷ പരീക്ഷാഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തി. ഞങ്ങൾ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥന്മാരും എൻ്റെ നേതൃത്വത്തിലാണ് പോയത്. NCERTയുടെ ജനറൽ കൗൺസിൽ യോഗത്തിൽ ഞാൻ പങ്കെടുത്തു. 2 സന്ദർഭങ്ങളിലും കേരളത്തിൻ്റെ ആശങ്കകളും വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ കേന്ദ്ര വിഹിതം ലഭ്യമാക്കുന്നതിൽ വലിയ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. മൊത്തം 1,500 കോടി രൂപ 1,500 കോടി 27 ലക്ഷം രൂപ കേരളത്തിന് നൽകേണ്ടതായിട്ടുണ്ട്. SSK ലഭ്യമാക്കാനുള്ള 2024-25 കുടിശ്ശികയായ 514 കോടി 54 ലക്ഷം രൂപ, 2023-24 കുടിശ്ശികയായ 276 കോടി രൂപ, 2025-26 ലഭിക്കേണ്ട 392 കോടി 73 ലക്ഷം രൂപ, PMC വിഹിതമായ 2025-27 318 കോടി രൂപ എന്നിവയാണ് ലഭിക്കാനുള്ളത്. PMC ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാത്തതിൽ ഫണ്ട് തടഞ്ഞു വച്ചിരിക്കുകയാണ്. എന്നാൽ ഇക്കാര്യം രേഖാമൂലം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. ഇക്കാര്യത്തിൽ തമിഴ്നാടുമായി യോജിച്ച് നീക്കം നടത്തുവാനുള്ള സാധ്യതകൾ തേടുകയാണ് കേരളം. താമസിക്കാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുവാൻ ആലോചിക്കുന്നുണ്ട്. യാതൊരു മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമല്ല കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഇവിടെ BJP കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളും പഠിക്കുന്നുണ്ടല്ലോ. ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണല്ലോ. അതുമാത്രമല്ല, സമൂഹത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുടെ പ്രശ്നമാണ്. അതിനോട് ഇത്രയും അനീതിയായിട്ടും ഇത്രയും ഒരു സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കേണ്ട ഒരു കാര്യവും ഇക്കാര്യത്തിലില്ല. BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയം കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായിട്ടും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തിരിച്ചറിയുമെന്നും അതിന് അവരുടെ എല്ലാം പ്രതികരണവും അക്കാര്യത്തിലുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണ്, അതിനുള്ള പൈസയാണ് തടഞ്ഞു വച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ നേതൃത്വത്തിൽ 210 നൈപുണി പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കുന്നതിനും അവരെ ആധുനിക തൊഴിൽ മേഖലയിൽ തൊഴിൽ സജ്ജരാക്കുന്നതിനുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ നേതൃത്വത്തിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളുടെ ഒരു ശൃംഖല തന്നെ ആരംഭിക്കുകയാണ്. സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 210 സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളുടെ പ്രവർത്തനം സംബന്ധിച്ച് പ്രോസ്പെക്ടസ് ഇന്ന് പ്രകാശനം ചെയ്യുകയുണ്ടായി. 210 SDCകളിലായി 420 നൈപുണ്യ പരിശീലന ബാച്ചുകളാണ് ആരംഭിക്കുന്നത്. ഓരോ ബാച്ചിലും 25 പേർക്ക് പ്രവേശനം ലഭിക്കും. ഇങ്ങനെ ആദ്യ ബാച്ചിൽ തന്നെ 10,500 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കാൻ ഉതകുന്ന കോഴ്സുകളാണ് ആരംഭിക്കുന്നത്. പരമ്പരാഗത തൊഴിൽ കോഴ്സുകളിൽ നിന്ന് വിഭിന്നമായ തികച്ചും ആധുനികമായ തൊഴിൽ മേഖലയെ പ്രതിനിധീകരിക്കുന്ന കോഴ്സുകളാണ് SDCകൾ നൽകുന്നത്. ദേശീയ യോഗ്യതാ രജിസ്റ്റർ ഉൾപ്പെടുത്തിയ കോഴ്സുകളാകയാൽ കേന്ദ്ര സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകളാകും പരിശീലനത്തിന് ശേഷം ലഭിക്കുക. ഓരോ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററിനും പരിശീലനത്തിനും ഉപകരണങ്ങൾക്കുമായി 21,50,000 ലക്ഷം രൂപ വീതം ആകെ 45 കോടിയിൽ പരം രൂപ ഇതിനായി നീക്കിവെച്ചിട്ടുണ്ട്, ചിലവഴിക്കുന്നുണ്ട്. 2025 മെയ് മാസം 8-ാം തീയതി മുതൽ 210 സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളിൽ നിന്ന് അപേക്ഷാ ഫോറം സൗജന്യമായി ലഭിക്കും. സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത അപേക്ഷകളും ഉപയോഗിക്കാവുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ ആവശ്യമായ രേഖകളുടെ പകർപ്പുകൾ സഹിതം 2025 മെയ് 15 വരെ SDCകളിൽ സമർപ്പിക്കാവുന്നതാണ്. മെയ് 16-17 തീയതികളിൽ ഇൻ്റർവ്യൂ നടത്തും. 2025 മെയ് മാസം 21 പരിശീലന ക്ലാസുകൾ ആരംഭിക്കുന്നതാണ്. സ്കൂൾ വെക്കേഷൻ കാലത്ത് ആഴ്ചയിൽ 5 ദിവസം പരിശീലനം ഉണ്ടായിരിക്കും. തുടർന്ന് ശനി ഞായർ ദിവസങ്ങളിൽ പ്രാദേശിക അവധി ദിവസങ്ങളിലായിരിക്കും പരിശീലനം ശേഷം കോഴ്സ് വിജയിക്കുന്നവർക്ക് തൊഴിൽ മേഖലയിലൂടെയും വിജ്ഞാന കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയും തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതാണ്. വിദ്യാഭ്യാസ കലണ്ടർ. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാലയങ്ങളിൽ പ്രവൃത്തി ദിനങ്ങൾ സംബന്ധിച്ച് പഠിക്കുന്നതിനായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ച് 5 അംഗ വിദഗ്ധ സമിതി സർക്കാർ 2025 ജനുവരി മാസം 30 നിയോഗിച്ചു. ഈ സമിതി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സ്കൂൾ കൗൺസിലേഴ്സ് തുടങ്ങിയവരുമായി ആശയവിനിമയം നടത്തി സമയബന്ധമായി റിപ്പോർട്ട് സർക്കാർ സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് സർക്കാർ വിശദമായി പരിശോധിച്ചു.
ശേഷം ഈ വരുന്ന അക്കാദമിക വർഷം തന്നെ നടപ്പിലാക്കുന്ന കാര്യം ആലോചിക്കും. SCERTയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർവകലാശാല വിദ്യാഭ്യാസ വിഭാഗം മേധാവി പ്രൊഫസർ VP ജോഷിസ്, അഡോൾസെൻ്റ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ അമർ S. പൈറ്റിൻ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ദീപ ഭാസ്കരൻ, കൈറ്റിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ PK ജയരാജ്, SCERT മുൻ റിസർച്ച് ഓഫീസർ ഡോക്ടർ NP നാരായണ ഉണ്ണി തുടങ്ങിയവരാണ് സമിതിയിലെ അംഗങ്ങൾ. ഹയർ സെക്കൻഡറി സ്ഥലം മാറ്റവും നിയമനവും നേരത്തെ പ്രഖ്യാപിച്ച പോലെ കൈറ്റിൻ്റെ കൂടെ മേൽനോട്ടത്തിൽ മെയ് 31 പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അധ്യാപകർ വ്യക്തിഗത വിവരങ്ങൾ നൽകുന്നതിൽ വരുത്തുന്ന തെറ്റുകൾ ട്രാൻസ്ഫർ പ്രക്രിയ ബാധിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഈ വർഷം ഏപ്രിൽ മാസം 7 മുതൽ 16 വരെ ഇതിനായി സമയം നൽകി. പിന്നീട് സമയം ഏപ്രിൽ 21 വരെ ദീർഘിപ്പിച്ചു. ഈ സമയപരിധിയിലും വ്യക്തിവിവരങ്ങൾ കൃത്യമായി നൽകാത്ത അധ്യാപകർക്ക് ആദ്യം ഏപ്രിൽ 28-നും 29-നും പിന്നീട് ഏപ്രിൽ 30-നും മെയ് 2-നും ഹെൽത്ത് ഡെസ്കിൽ നേരിട്ട് വന്ന് തിരുത്താൻ അവസരം നൽകി. 400-ലധികം അധ്യാപകരാണ് ഇപ്രകാരം നേരിട്ട് വന്ന് തിരുത്തിയത്. ഇതിനു പുറമെ ഇപ്രാവശ്യം ആദ്യമായി കൃത്യമായ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാൻ പ്രിൻസിപ്പൽമാർക്ക് സൗകര്യം ഏർപ്പെടുത്തി. ഇതോടെ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ വിവിധ വിഷയങ്ങളിൽ ലഭ്യമായ ഒഴിവുകൾ സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും പോർട്ടലിൽ കൈറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ആദ്യമായി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ പരാതികൾ പരിശോധിച്ച് 3 ദിവസത്തിനകം തീരുമാനമെടുക്കാൻ ഒരു സമിതിയും സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. പൂർണ്ണ സുതാര്യത ഉറപ്പാക്കിയും ആക്ഷേപങ്ങൾക്കിടയാകാതെയുമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുന്നത് എന്ന് കണക്കാക്കാവുന്നതാണ്. മെയ് 3 വരെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ സമയം നൽകിയിരുന്നത്. ഇതിൻ്റെ ഭാഗമായി 824 അധ്യാപകരുടെ അപേക്ഷകളാണ് പ്രിൻസിപ്പൽമാർ അയച്ചത്. ഇതിൽ 357 അപേക്ഷകൾ അനുകമ്പാർഹമായ മുൻഗണന ലഭിക്കേണ്ട വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകരാണ്. ഇവരുടെ അപേക്ഷകൾ പ്രത്യേക മെഡിക്കൽ ബോർഡ് പരിശോധിക്കും. മെയ് 19-നുള്ളിൽ പ്രൊഫഷണൽ ട്രാൻസ്ഫർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഈ പരിശോധനയിൽ ഒരാഴ്ച സമയം നൽകിയതിനു ശേഷം അന്തിമ സ്ഥലം മാറ്റ പട്ടിക മെയ് മാസം 26-നോട് പ്രസിദ്ധീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടായിരത്തി 23-24 സ്റ്റാഫ് ഫിക്സേഷനുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 2025 മാർച്ച് 15 ഇറക്കിയ ടീച്ചർമാരുടെ ട്രാൻസ്ഫർ ഓർഡർ റദ്ദാക്കിയ KATയുടെ വിധി ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. സർക്കാർ സുതാര്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് നടപ്പാക്കുന്ന സ്ഥലമാറ്റ ട്രൈബ്യൂണൽ റദ്ദാക്കുന്നതിനെതിരെ ഹൈക്കോടതിയിൽ OP CAT ഫയൽ ചെയ്യാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സ്ഥലമാറ്റം ജൂൺ മാസം 1-ന് മുമ്പ് പൂർത്തിയാക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് സർക്കാരാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 2017 സർക്കാർ ഉത്തരവ് പ്രകാരം വെക്കേഷൻ വിഭാഗത്തിൽ ഉള്ള അധ്യാപകരുടെ സ്ഥലമാറ്റം ആഗസ്റ്റ് മാസത്തോടെ പൂർത്തിയാക്കിയാൽ മതി എന്നൊക്കെ പറയുന്നത് നമുക്ക് അംഗീകരിക്കാനാകില്ല. 2019 സർക്കാർ ഉത്തരവിലെ നോംസ് അത് സ്പഷ്ടീകരിച്ച് 2025 ഇറക്കിയ ഉത്തരവും സർക്കുലറും അനുസരിച്ചാണ് നാം ട്രാൻസ്ഫർ നടത്തുന്നത്. ഇതിനെല്ലാം വ്യക്തമായി മെയ് 31-ഓടുകൂടി ട്രാൻസ്ഫർ പൂർത്തിയാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ നിലപാടിൽ നിന്നും നമുക്ക് നിയമപരമായും ഭരണപരമായും പുറകോട്ട് പോകാൻ കഴിയില്ല.